ഏദനിൽ एदन में ദൈവമാണ് ആദമിന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നത്. परमेश्वर आदम के करीब आता था. ഒരിക്കലും ആദം ദൈവത്തിന്റെ കൂടെ നടന്നെന്ന് എഴുതിയിട്ടില്ല. कभी भी आदम परमेश्वर के साथ चला ऐसे नहीं लिखा है. അപ്പൊ അതിന്റെ അർത്ഥം इसका मतलब ആദമിന്റെ കൂടെ ദൈവം നടന്നെന്ന അർത്ഥം. आदम के साथ परमेश्वर चलता था. ഇപ്പൊ ഞാൻ ഒരാളുടെ കൂടെ നടക്കണമെങ്കിൽ अगर मुझे एक व्यक्ति के साथ चलना है, ഞാൻ ആ വ്യക്തി എവിടെ ആയിരിക്കുന്നു അവിടെ എത്തണം. वो व्यक्ति जहां पर है मुझे उस स्थान में पहुंचना होगा. അങ്ങനെങ്കിൽ ആദം എവിടെ ആയിരിക്കുന്നു അവിടെ ദൈവം എത്തി, എന്നിട്ട് ആദമിന്റെ കൂടെ ദൈവം നടന്നു. उसका मतलब आदम जहां पर है वहां पर परमेश्वर पहुंचा और फिर वो एक साथ चलने लगे. അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब കൂടെ നടക്കാൻ കഴിയും എന്ന് ഒരു അനുഭവം ഏദനിൽ ദൈവം കാണിച്ചു. तो साथ में चल सकते हैं ऐसा एक अनुभव परमेश्वर ने उसके जिंदगी में इस बात के പക്ഷെ द्वारा അത് साबित किया. ആദമിന് ഒരു വെളിപ്പാടല്ല, पर आदम के लिए वो एक प्रकटीकरण അത് नहीं है, ആദമിന് ഒരു അറിവല്ല. वो आदम के लिए एक जानकारी नहीं है. എന്നാൽ അവന്റെ തലമുറയായ पर उसका जो संतान बना, ഹാനോക്ക് എത്തിയപ്പം जब हानोक का जन्म हुआ, ഹാനോക്കിന് അതൊരു വെളിപ്പാടാ. हानोक के लिए वो एक प्रकटीकरण है. ഇതിന്റെ പേരാ റെസ്റ്റോറേഷൻ. इसका नाम है पुनर्स्थापना. അപ്പോ ഒരുവനെ ദൈവം സന്ദർശിച്ചു തുടങ്ങിയപ്പോ, एक व्यक्ति के साथ जब परमेश्वर मुठभेड़ या मुलाकात करने लगा, ദൈവം ഒരുവനോട് ഇടപെട്ടു തുടങ്ങിയപ്പോ, परमेश्वर एक व्यक्ति के साथ जब बातें करने അവനിൽ लगा, മാറ്റങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയപ്പോ, उसके अंदर जब बदलावटें उत्पन्न हुई, അപ്പന് വെളിപ്പെടാത്ത കാര്യങ്ങൾ അവന് വെളിപ്പെട്ടു തുടങ്ങിയെന്ന്. पिता को जो प्रकट नहीं हुआ वो संतान प्रकटीकरण में प्राप्त അതിന്റെ करने അർത്ഥം लगा. നിന്നിൽ നടന്ന റീസ്റ്റോറേഷന്റെ തെളിവാത്. उसका मतलब पिता में जो रिस्टोरेशन या पुनर्स्थापना हुई उसका सबूत है. അപ്പന്റെ സിസ്റ്റത്തിൽ അതില്ല, पिता के संविधान में ये बातें नहीं പക്ഷെ है, നിന്റെ സിസ്റ്റത്തിൽ വന്നപ്പോ അതുണ്ട്. पर आपके संविधान में जब पहुंचे तो ये बातें हैं. അപ്പൊ അതിന് നിന്റെ സ്ഥാപനത്തിൽ മാറ്റം വന്നെന്നല്ലേ उसका അർത്ഥം? मतलब आपकी स्थापना में बदलावट आई है, നിന്റെ പാരമ്പര്യത്തിൽ ഇല്ലാത്ത, आपके परंपरा में जो नहीं था, പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ഇല്ല, पिताओं के परंपरा में जो नहीं था, തലമുറയെ നിന്റെ പാരമ്പര്യത്തിൽ संतान तेरे परंपरा में കർത്താവിന്റെ കൂടെ സംഭവിച്ചെങ്കിൽ परमेश्वर के साथ अगर वो अनुभव में, അതാണ് റിസ്റ്റോറേഷന്റെ ഏറ്റവും വലിയ തെളിവ്. वो है आपका पुनर्स्थापना का सबसे बड़ा सबूत. ഇനി നിങ്ങൾ നോക്ക, अभी आप देखिए 5-ാം അധ്യായത്തിലോട്ട് വന്ന് उत्पत्ति का पुस्तक उसका 5वां अध्याय 29-ാം വാക്യം. और उसका 29वां वाक्य हम पढ़ेंगे. और यह कहकर उसका नाम नूह रखा कि यहोवा ने जो पृथ्वी को शाप दिया है उसके विषय यह लड़का हमारे काम में और उस कठिन परिश्रम में जो हम करते हैं हमको शांति देगा. 29-ാം വാക്യം ഞാൻ വായിക്കാം. യഹോവ ശപിച്ച ഭൂമി, അവിടെ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ നോഹ എന്ന് പേരിട്ടു. അപ്പം കാഴ്ചപ്പാടുള്ള പിതാക്കന്മാർ ഒരു മകനെ വിശ്വാസ പ്രഖ്യാപനം നടത്തി ജനിപ്പിക്കുന്നു. तो जिन पिताओं को दर्शन है वो पिताएं एक जो है दर्शन के साथ विश्वास का ऐलान कर कर उनके संतान को नाम रख रहा है. ആ തലമുറയെ ദൈവം ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കും. और उस संतान को, उस पीढ़ी को परमेश्वर पुनर्स्थापित करना चाहता है. അതുവരെ ഒരു തലമുറയ്ക്കും കൈമാറാത്ത ഒരു സ്പെഷ്യൽ കൃപ, സ്പെഷ്യൽ അവകാശം. तभी तक कोई भी पीढ़ी ने अनुभव नहीं किया वैसा एक विरासत और कृपा इस संतान ने अनुभव किया. അതാണ് നമ്മൾ 6-8 വായിക്കുന്നത്. और वही बातों को हम 6वां अध्याय उसके 8वें वाक्य में पढ़ते हैं. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. पर नूहा, परंतु यहोवा की अनुग्रह की दृष्टि नूहा पर बनी रही. എനിക്ക് ആ ഹിന്ദി അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. उसका हिंदी परिभाषा मुझे बहुत पसंद आई. ഒന്നുകൂടെ വായിച്ചത്. परंतु यहोवा के अनुग्रह की दृष्टि, അനുഗ്രഹ की दृष्टि, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കൃപയുടെ കണ്ണ്. उसका मतलब अनुग्रह की दृष्टि. ഇംഗ്ലീഷിലും അത് തന്നെയാ പറയുന്നത്. और इंग्लिश में भी वही कहा गया But है. Noah found grace in the eyes of the Lord. नूहा पर जो है परमेश्वर की अनुग्रह की അത് दृष्टि ഇച്ചിരി बनी നല്ലതായിട്ടാ रही. പറയുന്നത്. നോഹ കണ്ടെത്തി, ഫൗണ്ട്. और नूहा ने ढूंढ निकाला. നോഹ ഫൗണ്ട്. नूहा ने ढूंढ निकाला. എന്തോ കണ്ടെത്തി? उसने क्या ढूंढ कर എന്തോ निकाला? ഫൗണ്ട് ചെയ്ത്? क्या ढूंढ निकाला? യഹോവയുടെ കണ്ണിൽ
കൃപയുണ്ടെന്നുള്ളത്. परमेश्वर के दृष्टि में कृपा है. ആ തലമുറയുടെ പ്രത്യേകത കണ്ടോ? उस संतान की खासियत को देखिए. മലയാളത്തിൽ അത് സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതി വിട്ടേക്കുക. मलयालम में बहुत ही आसानी से उसे लिख ഇംഗ്ലീഷ് दिया. വളരെ ക്ലിയർ ആയിട്ട് എഴുതി. इंग्लिश बहुत अच्छे से लिखा നോ गया. ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. नोआ ने जो है परमेश्वर के दृष्टि में कृपा को खोज कर निकाला. ദൈവത്തിന്റെ കണ്ണിലിരിക്കുന്ന കൃപയെ ഓ നോഹ കണ്ടെത്തി. यहोवा के दृष्टि में जो कृपा है नोआ ने उसे ढूंढ कर निकाला. അപ്പൊ ഇവിടെ എന്തുവാ സംഭവിക്കുന്നത്? यहाँ पर क्या हो रहा है? ഇവിടെ ഇപ്പൊ ഈ റിസ്റ്റോറേഷൻ ഈ സംഭവിക്കുന്നത് ये पुनर्स्थापना में ये हो रहा है. യഹോവയുടെ കണ്ണിൽ ഇരുന്ന കൃപ ഇപ്പം നോഹയുടെ മേലോട്ട് വെളിപ്പെട്ട് വരികയാ. हाँ, यहोवा के दृष्टि में जो कृपा थी वो परमेश्वर के द्वारा नोआ के ऊपर प्रकट हो रही है. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പറയാൻ പോവാ. आरंभ में जो मैंने कहा उसे फिर से कहता हूं. കൂട്ടിമുട്ടലുകൾ നടക്കുമ്പോ जब मुठभेड़ प्रकट होती है പലരും കണ്ടെത്താത്തത് बहुत लोगों ने ढूंढ नहीं निकाला. നിനക്ക് കണ്ടെത്താൻ കഴിയും. आप उन बातों को ढूंढ निकाल പല सकते हो. തലമുറയിൽ വെളിപ്പെടാത്തത് बहुत पीढ़ियों में जो प्रकट नहीं होता നിനക്ക് കണ്ടെത്താൻ കഴിയും. उन बातों को तुम खोज कर निकाल सकते അതാണ് हो. നിന്നെ വ്യത്യസ്തനാക്കുന്നത്. वो आपको अलग बनाता है. അതാണ് നിന്റെ റീസ്റ്റോറേഷന്റെ കാരണം. वो आपका पुनर्स्थापना का कारण है.